ഹലോ ഫ്രണ്ട്സ്, ലേൺ പൈതൺ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റിയാൽ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സോൾവിങ് എ സിസ്റ്റം ലീനിയർ ഇക്വേഷൻ യൂസിങ് മെട്രിക്സ് മെത്തേഡ് ഇൻ പൈതൺ. പൈതൺ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ട് ലീനിയർ ഇക്വേഷൻസിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ അസൈൻമെന്റ് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു അസൈൻമെന്റ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ള സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ആ അസൈൻമെന്റ് സൊല്യൂഷൻ കാണാനുള്ളത്. സോ അതുകൊണ്ട് തന്നെ സൊല്യൂഷൻ ഞാനതിൽ പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാനതിന് റെസ്പോൺസ് ചെയ്യുന്നതായിരിക്കും. സോ ആദ്യമായിട്ട് നമ്മളൊരു എക്സാമ്പിൾ കാണുകയാണ്. ഈ ഒരു എക്സാമ്പിളാണ് നമ്മൾ കാണുന്നത്. 3 ലീനിയർ ഇക്വേഷൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. സോ ഈ ഇക്വേഷനിലുള്ള XYZ വാല്യൂസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെട്രിക്സ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസിനെ മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കോഎഫിഷ്യന്റ് മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. അതായത് XYZന്റെ കൂടെയുള്ള കോഎഫിഷ്യൻസ് വാല്യൂസ് വെച്ചിട്ട് നമ്മളൊരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുക. സോ അത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ കൂടെയുള്ള വാല്യൂ എന്താണോ അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് വാല്യൂ. അതുപോലെ വൈയുടെ കൂടെയുള്ള കോഎഫിഷ്യന്റ് എന്താണോ അതാണ് നമ്മുടെ സെക്കൻഡ് വാല്യൂ. ആൻഡ് സെഡിന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് ആണ് -5, അത് തേർഡ് വാല്യൂ. സോ ഫസ്റ്റ് റോയിൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിലുള്ള കോഎഫിഷ്യൻസിൽ കൊടുക്കുന്നു, അടുത്ത ഇക്വേഷനിലുള്ളത് നെക്സ്റ്റ് റോയിൽ കൊടുക്കുന്നു, അടുത്ത ഇക്വേഷനിലുള്ളത് തേർഡ് റോയിൽ കൊടുക്കുന്നു. സോ ഈ XYZന്റെ കൂടെയുള്ള കോഎഫിഷ്യൻസ് വാല്യൂസ് നമ്മൾ ഇതിനകത്ത് എൻ്റർ ചെയ്തിട്ട് ഫസ്റ്റ് മെട്രിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് മെട്രിക്സ് എന്ന് പറയുന്നത് സോ XYZ വാല്യൂസിനെ നമ്മളൊരു കോളം മെട്രിക്സ് ആയിട്ട് എൻ്റർ ചെയ്തിട്ട് എക്സ് മെട്രിക്സ് എന്ന് നമ്മൾ വിളിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. ഇവിടെ കോഎഫിഷ്യൻസ് XYZന്റെ കോഎഫിഷ്യൻ്റ് അല്ലാതെ വന്നിട്ടുള്ള കോൺസ്റ്റന്റ് വാല്യൂസ് ഇവിടെ 12, -3 ആൻഡ് 10 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഞാനിവിടെ അതുപോലെ തന്നെ വേറൊരു കോളം മെട്രിക്സ് ആയിട്ട് ബി മെട്രിക്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിവിടെ 3 മെട്രിക്സ് ആണ് കിട്ടിയിട്ടുള്ളത്, എ, എക്സ് ആൻഡ് ബി മെട്രിക്സ്. സോ ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി എഴുതാൻ വേണ്ടി ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് എ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ്, എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് XYZ വാല്യൂസ്, ബി എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റന്റ് വാല്യൂസ്. സോ AX = B എന്നുള്ള ഇക്വേഷനാണ് നമ്മുടെ മെട്രിക്സ് ഫോർമാറ്റ്. ഇതിന് നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എക്സ് വാല്യൂ നമ്മൾ അവിടെ തന്നെ വെച്ച് ഈ എ എന്ന് പറഞ്ഞിട്ടുള്ള മാട്രിക്സ് നമ്മൾ = റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇത് ഒബ്വിയസ്ലി A ഇൻവേഴ്സ് ആയിട്ട് മാറും. സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ് വരിക? X = A ഇൻവേഴ്സ് B ആണ്. സോ ഇതാണ് നമ്മൾ പൈതണിൽ കാണേണ്ടത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമിംഗ് ആണ്. സോ നമുക്ക് പ്രോഗ്രാമിംഗ് സെക്ഷനിലേക്ക് ഒന്ന് പോവാം. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ലിങ്കിൽ കയറി നോക്കാവുന്നതാണ്. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരാം. സോ പ്രോഗ്രാമിംഗിൽ ആദ്യം ഞാൻ ചെയ്തിട്ടുള്ളത് ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ ചെയ്ത പോലെ തന്നെ ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടല്ല ചെയ്തിട്ടുള്ളത്, ജസ്റ്റ് എല്ലാ വാല്യൂസും ഇമ്പോർട്ട് ചെയ്യാണ് അതുകൊണ്ടാണ് ഞാനിവിടെ ഫ്രം scipy import star എന്ന് കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ നേരത്തെ കണ്ട പോലെ ആദ്യം നമ്മൾ ആ മെട്രിക്സിനെ അസൈൻ ചെയ്യാണ് ചെയ്തത്. അറേ എന്ന് പറയുന്നത് നമ്മുടെ numpyയിലുള്ള കീവേഡ് ആണ്. സോ ഇത് നമ്മൾ പഴയ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആദ്യത്തെ മെട്രിക്സ് എ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സ് ഞാനവിടെ അസൈൻ ചെയ്യാണ്. സോ A = അറേ, ആ വാല്യൂസ് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ആ വാല്യൂസ് 3, 2, -5 and 1, -3, 2 and 5, -1, 4 ഈ വാല്യൂസ് ഫസ്റ്റ് മെട്രിക്സ് നമ്മളവിടെ അസൈൻ ചെയ്യാണ്. സോ ഈ ഫസ്റ്റ് മെട്രിക്സ് നമ്മളവിടെ അസൈൻ ചെയ്തു. നെക്സ്റ്റ് ബി എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സ് കോൺസ്റ്റന്റിന്റെ മെട്രിക്സ് അത് നമ്മളിവിടെ അസൈൻ ചെയ്തു. 12, -3 and 10 അതാണ് 12, -3 and 10. സോ ആ വാല്യൂസും നമ്മളിവിടെ അസൈൻ ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഓരോ വാല്യൂസും ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കാണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ പ്രിന്റ് എ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹെഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു പ്രിന്റ് എ മെട്രിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബി മെട്രിക്സും പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ആ ഇക്വേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഇക്വേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ഇക്വേഷൻ എന്തായിരുന്നു? X = A ഇൻവേഴ്സ് B ആണ്. സോ അവിടെ A ഇൻവേഴ്സ്
എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് INV എന്നുള്ളതാണ് numpyനകത്തുള്ള കീവേഡ്. സോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ എക്സ് എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടേണ്ട വാല്യൂ. സോ ഒബ്വിയസ്ലി നമ്മൾ ഇൻവേഴ്സ് ഓഫ് A ഡോട്ട് B എന്നുള്ള ഇക്വേഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു 1/3 ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആയിരിക്കും. സോ ഇവിടെ നമ്മൾ എയുടെ ഇൻവേഴ്സ് കാണുന്നു, അതിനുശേഷം ഡോട്ട്, അതായത് അതിൻ്റെ ഡോട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മളവിടെ ചെയ്യുന്നത്. ഇങ്ങനെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെന്റ് ബൈ എലമെന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. സോ അങ്ങനെ ഈ ഒരു ലൈനിൽ തന്നെ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിലേക്ക് നമ്മളുടെ ആൻസർ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ വാല്യൂ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാണ്. അതിൻ്റെ ഹെഡിങ് ആണ് അതിന് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ വാല്യൂ എക്സ് വൈ സെഡ് വാല്യൂസിനെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 പ്രിന്റിംഗ് ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 1/3 മെട്രിക്സിന്റെ ഫോമിലാണ് ഉണ്ടാവുക. 3 എലമെന്റ്സ് ആണ് അതിൽ മെയിൻ ഉണ്ടാവുക. അതിലുള്ള ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂയും, സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് വൈൻ്റെ വാല്യൂയും, തേർഡ് എലമെന്റ് എന്ന് പറയുന്നത് സെഡിന്റെ വാല്യൂ ആയിരിക്കും. സോ ഫസ്റ്റ് എലമെന്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ് ഓഫ് 0 എന്നും, സെക്കൻഡ് എലമെന്റ് പ്രിന്റ് ചെയ്യാൻ എക്സ് ഓഫ് 1 എന്നും, തേർഡ് എലമെന്റ് പ്രിന്റ് ചെയ്യാൻ എക്സ് ഓഫ് 2 എന്നും കൊടുക്കുന്നു. ഡെസിമലിന് ശേഷം കൂടുതൽ നമ്പേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിനെ റൗണ്ട് ചെയ്യുന്നുണ്ട്. റൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതുപോലൊരു ഫംഗ്ഷനാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അതായത് റൗണ്ട് ചെയ്തിട്ട് 2 പോയിന്റ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ റൗണ്ട് ഓഫ് ബ്രാക്കറ്റിനകത്ത് ആ വാല്യൂ 2 എന്ന് കൊടുത്തിട്ടുള്ളത്. അതായത് പോയിന്റിന് ശേഷം 2 വാല്യൂസ് വരെ എനിക്ക് കിട്ടുക. അതിന് ശേഷമുള്ള വാല്യൂസ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ റൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആ പ്രോഗ്രാം. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ അത് റൺ ചെയ്തപ്പം നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി. സോ ഇതാണ് നമ്മുടെ A മെട്രിക്സ്, അതുപോലെ ഇതാണ് നമ്മുടെ B മെട്രിക്സ്, ദെൻ X മെട്രിക്സ് എന്ന് പറയുന്ന വാല്യൂസ് ആണ് ഈ തന്നിരിക്കുന്നത്. സോ ഇതിനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 2.17 എന്ന് പറയുന്നതാണ് എക്സിൻ്റെ വാല്യൂ. അതുപോലെ 5.89 എന്ന് പറയുന്നത് റൗണ്ട് ചെയ്തിട്ട് 5.9 ആയിട്ടുണ്ട്. സോ അത് വൈയുടെ വാല്യൂ. അതുപോലെ 1.26 എന്ന് പറയുന്നത് അടുത്ത വാല്യൂ. സോ ഇങ്ങനെയാണ് നമ്മളൊരു സിസ്റ്റം ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് പൈത്തണിൽ കാണും. ഈ വീഡിയോയുടെ അസൈൻമെന്റിലേക്ക് നമുക്ക് പോവാം. ഇത് വളരെ എളുപ്പമുള്ള ഒരു അസൈൻമെന്റ് ആണ്. ഇതുപോലെ നേരത്തെ തന്ന പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ XYZന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ. സോ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്.